ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? ഇടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായി കുറച്ച് ഗ്യാപ്പിൽ വീഡിയോ ഒക്കെ ഇടേണ്ടി വന്നു. ഞാൻ എല്ലാ ദിവസവും ഈ വീഡിയോ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ചില തോട്ട്സുകളൊന്നും ആ രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനമാകുമോ എന്ന് എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ശ്രമിച്ചില്ല. അതാണ് ഒരു റീസൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു കൈൻഡ് ഓഫ് എ ഫാക്ട് ബസ്റ്റർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫാക്ട് ബസ്റ്റർ എന്നല്ല, ഒരു മിത്ത് ബസ്റ്റർ ആണത് ആക്ച്വലി എന്ന് പറയുക. പലരും ഒരു ഫാക്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മിത്തിനെ ബേസ്റ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ശ്രമിക്കുന്നത്. ഞാൻ ആ വീഡിയോയുടെ കണ്ടൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഈ വീഡിയോയെ പറ്റി ഞാൻ പറയാം. നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും, മുന്നത്തെ വീഡിയോകളിൽ സ്മാർട്ട് മണിയെ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചായിരുന്നു. അതായത് അങ്ങനെ ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ആ തോട്ടിൽ കുറച്ചും കൂടെ ഫർദർ ഡിഗ് ചെയ്ത് പോകുമ്പോൾ ഷെയർ ചെയ്യാൻ വർത്തായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സ്മാർട്ട് മണിയിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു 1 സെക്കൻഡ് ചാർട്ടോ അല്ലെങ്കിൽ 5 സെക്കൻഡ് ചാർട്ടോ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്മാർട്ട് മണി എൻട്രി ചെയ്യുന്നത് വലിയൊരു വോളിയം സ്പൈക്ക് ഉണ്ടാവുമ്പോൾ ആ വോളിയം സ്പൈക്ക് അനുസരിച്ച് അവിടെ എന്ത് ആക്ഷനാണ് പ്രൈസിൽ ഉണ്ടാവുന്നത് എന്നുള്ള റിലേഷനെല്ലാം യൂസ് ചെയ്ത്, പ്രൈസിൻ്റെയും ഈ പറയുന്ന വോളിയത്തിൻ്റെയും റിലേഷൻ യൂസ് ചെയ്ത് സ്മാർട്ട് മണിയെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അതാണ് ഞാൻ നിങ്ങളുമായി സംസാരിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അതൊന്ന് പതിയെ ചെക്ക് ചെയ്ത് നോക്കുന്നു. സമയമുള്ള സമയങ്ങളിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. ലൈവ് മാർക്കറ്റിൽ അതെങ്ങനെ വർക്കാവുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഫൈൻഡ് ചെയ്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇനിഷ്യൽ ടൈമിൽ അത് വർക്കബിൾ ആവുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എല്ലാ മാർക്കറ്റ് സിനാരിയോയിലും വർക്കബിൾ ആവും എന്നെനിക്ക് ഒരു കൺക്ലൂഷനായിട്ട് തോന്നിയില്ല. കാരണം സ്മാർട്ട് മണി അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ട്സ് എന്ന് പറയുന്നവർക്കും അറിയാം അല്ലേ, വോളിയവും പ്രൈസും തമ്മിലുള്ള അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് റീറ്റെയിൽ ട്രേഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യുന്നു. അവർ ആവറേജ് വോളിയത്തിനെ അധികം അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അഫക്റ്റ് ചെയ്താലും റീറ്റെയിൽ ട്രേഡേഴ്സിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ എല്ലാം അവർ പല രീതിയിലുള്ള അൽഗോരിതംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. ഞാൻ നോക്കിയ സമയത്തും എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് സ്മാർട്ട് മണിയെ ഈസി ആയിട്ട് വോളിയവും പ്രൈസും തമ്മിലുള്ള അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കുക എളുപ്പമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ഈ സ്മാർട്ട് മണിയെ പറ്റി കൂടുതലായിട്ട് ഡിഗ് ചെയ്ത് പോയ സമയത്ത്, വോളിയവും പ്രൈസും തമ്മിലുള്ള അനാലിസിസ് ചെയ്തു പോയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകൾ വെച്ച് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. പക്ഷേ എങ്കിലും അത് പണ്ട് മുതലേ പലരും പറഞ്ഞു കേട്ട, പല പ്രോ ആയിട്ടുള്ള ട്രേഡേഴ്സും പറഞ്ഞു കേട്ട, പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ്. ആ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയവും പ്രൈസും തമ്മിലുള്ള കോമ്പിനേഷനെ പറ്റി ഒരു 10, 20, 25 വർഷം മുന്നേ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയുടെ ബേസിൽ മേ ബി ആ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സ്റ്റഡിയുടെയൊക്കെ ബേസിൽ ചില തിയറീസ് ആൾക്കാർ ആൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ തിയറി എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ തിയറി ആക്ച്വലി മാർക്കറ്റിൽ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. ഇത് വളരെ കോമൺ ആയിട്ട് മിക്കവാറുമുള്ള പല ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന തിയറിയാണ്. അതുകൊണ്ട് ആ തിയറിയുടെ കോർ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ആ തിയറി ശരിക്കും നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് റിവീൽ ചെയ്യാനുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തിയറി വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. പ്രൈസും അതുപോലെ തന്നെ വോളിയവും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രൈസ് കയറുകയാണ് എന്ന് വിചാരിക്കുക, വോളിയവും ഇൻക്രീസ് ആവുകയാണ് എന്ന് വിചാരിക്കുക, എങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പ്രൈസ് ഇറങ്ങുകയാണ് പക്ഷേ വോളിയം കയറുകയാണ്. ഈ ഒരു സിനാരിയോയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഐഡിയ. ലോജിക് വളരെ ഈസിയാണ്. ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വോളിയം ഇൻക്രീസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് കുറച്ച് പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ വരുന്നു, പ്രൈസ് കയറുന്നു. പുതുതായിട്ട് കുറച്ച് പാർട്ടിസിപ്പേഷൻ മാർക്കറ്റിൽ വന്നു, അതുകൊണ്ട് പ്രൈസ് കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രൈസ് മുകളിലോട്ട് പോകും എന്നുള്ള ബിലീഫിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചും പ്രൈസ് ഇറങ്ങുകയാണ്, വോളിയം കയറുകയാണ്. ഇത് ഇവിടെയും ഒരു പ്രൈസ് ഇറങ്ങുന്ന ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ
സംഭവിക്കും എന്നുള്ളതാണ് തിയറി. മിക്കവാറും ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ പലരും ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പല സമയത്തും എല്ലാം ചെറിയ രീതിയിലെല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ വർക്കായിട്ടുണ്ട്, ചിലപ്പോൾ വർക്കായിട്ടില്ല. പക്ഷേ ഡീപ്പായിട്ട് ഞാനൊരു സ്റ്റഡി നടത്തിയിട്ടില്ല. നിങ്ങളുമായിട്ട് ഒരു വീഡിയോയിൽ സംസാരിച്ചപ്പോൾ അതിലൊരു തോട്ട് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോൾ സ്മാർട്ട് മണിയെ യൂസ് ചെയ്ത് സ്മാർട്ട് മണി എപ്പോഴാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻ്റെ സ്റ്റഡീസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വോളിയം പ്രൈസ് തമ്മിലുള്ള കോമ്പിനേഷനെ പറ്റി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചത്. അവിടെ ഒരു കോറിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ടൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ ആ ഏരിയയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കോറിലേഷനും ഇല്ല, ഇല്ലോജിക്കലായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ യാതൊരു രീതിയിലുള്ള പോസിബിലിറ്റിയും ഇല്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രൈസും വോളിയവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം മിക്കവാറുമുള്ള ട്രേഡേഴ്സും തിയറിറ്റിക്കലി പറയുന്ന ഒരു കാര്യമാണ് പ്രൈസും അതുപോലെ തന്നെ വോളിയവും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്, പ്രൈസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നല്ല. പക്ഷേ ആക്ച്വൽ മാർക്കറ്റിൽ നടക്കുമോ ഇല്ലയോ? ഞാനൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് ചെക്ക് ചെയ്യുന്നത് ഇൻഡെക്സിലാണ്, അതായത് നിഫ്റ്റി ഇൻഡെക്സിലാണ് ചെക്ക് ചെയ്യുന്നത്, ഒരു സ്റ്റോക്കിലല്ല. നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാനിതൊരു സ്റ്റോക്കിൽ ചെക്ക് ചെയ്തില്ലല്ലോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്ക് അതും നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റിയിൽ, മറ്റ് ഇൻഡെക്സുകളിലും ഇത് വർക്കാവും, ഇതുപോലെ തന്നെയാണ് റിഫ്ലക്റ്റ് ആവുക എന്നാണ് എനിക്ക് തോന്നിയത് നിഫ്റ്റിയുടെ ആ ഒരു പാറ്റേൺ കണ്ടപ്പോൾ. ഈ നിഫ്റ്റിയിൽ എങ്ങനെയാണ് പ്രൈസും അതുപോലെ തന്നെ വോളിയവും കോറിലേറ്റ് ആയിരിക്കുന്നത്, ഒരു കോറിലേഷൻ അവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി. ഒന്ന്, അവിടെ കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കോറിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാനേ പറ്റത്തില്ല. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ ഒരു കോറിലേഷൻ വേണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും അവിടുത്തെ ഒരു ഫാക്റ്റ് എന്നുള്ളത്. യൂഷ്വലി നമ്മുടെ ട്രേഡേഴ്സ് പറയുന്ന പോലെ തന്നെ പ്രൈസ് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ വോളിയം സർജിൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ വോളിയം സർജും പ്രൈസും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ എൻ്റെ സ്ക്രീന് പ്രസൻറ്റ് ചെയ്യാം. സ്ക്രീന് പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻ പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഡേറ്റ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തിട്ട് പല ടൈം ഫ്രെയിമിലും ഞാൻ ചെക്ക് ചെയ്തു. 1 മിനിറ്റിലും 5 മിനിറ്റിലും അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലും ഞാൻ ചെക്ക് ചെയ്തു. അത് കുറച്ച് ഫോർമുലാസ് എല്ലാം ടൈപ്പ് ചെയ്ത് അത് ഒരു ഗൂഗിൾ ഷീറ്റിനകത്തിട്ട് ഞാൻ അതിൻ്റെ പ്രോബബിലിറ്റി ഡിറൈവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്ത ഗൂഗിൾ ഷീറ്റും ആ ഡേറ്റയും എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് പോയി ഫൈൻഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പുതുതായിട്ടുള്ള സ്റ്റഡീസ് അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡറിലോട്ട് പോവാം. ഇനി സ്ക്രീൻ റെക്കോർഡറിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഈ എടുത്തിരിക്കുന്ന എലമെൻസിൽ എങ്ങനെയാണ് ഞാൻ ഈ പ്രോബബിലിറ്റി ഡെറൈവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ശരി, വരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാമല്ലേ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി എല്ലാം തന്നെ. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ജി ഷീറ്റ്. ഈ ജി ഷീറ്റിനകത്ത് 5 മിനിറ്റ്, 15 മിനിറ്റ് അതുപോലെ തന്നെ ഡെയിലി, ഈ ഒരു 3 ടൈം ഫ്രെയിമുകളിലാണ് ഞാനിതൊന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്തത് ഇവിടുത്തെ ഡേറ്റ മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. ഡേറ്റ എന്ന് പറയുമ്പോൾ ഈ ടൈം, ഓപ്പൺ, ഹൈ, ലോ, അതുപോലെ തന്നെ ക്ലോസ്, വോളിയം, ഇതുവരെയാണ് മൊത്തം ഡേറ്റ ഞാൻ ഐഡന്റിഫൈ ചെയ്ത് ഇട്ടത്. 5 മിനിറ്റിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ISO ഫോർമാറ്റിലാണ് ഇവിടെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 മെയ് 14 ഈ ഡേറ്റ്. 5 മിനിറ്റിൽ മെയ് 14 ഡേറ്റയുണ്ട്, അതുപോലെ തന്നെ മെയ് 15 ഡേറ്റയുണ്ട്, മെയ് 16 ഡേറ്റയുണ്ട്, മെയ് 17 ഡേറ്റയുണ്ട്. ഇങ്ങനെ മെയ് 17 ഡേറ്റ വരെയുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് 5 മിനിറ്റിൽ. മെയ് 14 മുതൽ 17 വരെയുള്ള ഡേറ്റ. പിന്നെ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും 9:15, 9:20, 9:25, 30, 35, അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോർമുലാസ് എല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലാണ്. അതായത് ആവറേജ്, വോളിയം ആക്ച്വലി ഇവിടെ 2x വോളിയം അല്ല എടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാം എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ചേഞ്ച്, ബൈ സെല്ലിന്റെ കൗണ്ട്, സെല്ലിന്റെ കൗണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. എന്ത് ആക്ഷൻ എടുക്കുന്നത് അതെല്ലാം. ചിലതെല്ലാം റിലവന്റ് ആണ്, ചിലതെല്ലാം റിലവന്റ് അല്ല. കാരണം ഞാൻ എൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളത് ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയതെല്ലാം എഴുതി വന്നതാണ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. പക്ഷെ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഫസ്റ്റ് ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്തത് റിലവന്റ് ആയിട്ടുള്ള ഫീൽഡുകൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒന്ന് ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്തത് ആവറേജ് വോളിയമാണ്.
ആവറേജ് വോളിയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 ട്രേഡുകളുടെ, അതായത് കഴിഞ്ഞ 10 5 മിനിറ്റ് ക്യാൻഡിലുകളുടെ ആവറേജ് വോളിയം എത്രയാണോ ആ ആവറേജ് വോളിയമാണ് ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എപ്പോഴെങ്കിലും ഈ വോളിയം നമ്മുടെ ആവറേജ് വോളിയത്തിനേക്കാൾ കൂടുതലാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആക്ച്വൽ വോളിയം ആവറേജ് വോളിയത്തിനേക്കാളും കൂടുതലാവുന്നു എന്നുണ്ടെങ്കിൽ ഉടനെ അത് ഇവിടെ ഫ്ലാഗ് ചെയ്യും, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിൽ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ വോളിയം ആവറേജ് വോളിയത്തിനേക്കാളും കുറവാണ്, അതുകൊണ്ട് അത് ഫ്ലാഗ് ചെയ്തിട്ടില്ല. നമ്മുടെ ലോജിക് എന്ന് പറയുന്നത് ബേസിക്കലി അവിടെ ഒരു വോളിയം സർജ് ഉണ്ടാവുന്ന സമയത്ത് പ്രൈസിൽ ഒരു ചേഞ്ച്, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ചേഞ്ച്, ആ ചേഞ്ച് കണ്ടിന്യൂവേഷൻ എത്ര പ്രാവശ്യം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രൈസിന്റെ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫോർമുല ഇട്ടിട്ടുണ്ട്. അതായത് പ്രീവിയസ് ക്ലോസും ഇപ്പോഴത്തെ ക്ലോസും തമ്മിലുള്ള ചേഞ്ച് ആണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രീവിയസ് ക്ലോസും ഇപ്പോഴത്തെ ക്ലോസും തമ്മിലുള്ള അങ്ങനെ പ്രൈസിൽ ചേഞ്ച് നമുക്ക് കിട്ടും, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അതിനുശേഷം ഇവിടെ മറ്റൊരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആവറേജ് വോളിയത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ വോളിയത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് അവിടെ ഒരു പ്രൈസിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ബൈ എന്നുള്ള രീതിയിൽ കാണിക്കും. അതല്ല, ആവറേജ് വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പ്രൈസിൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ അവിടെ സെൽ എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ അല്ലാത്ത സമയത്ത് ഇത് രണ്ടും അല്ലാതെ, ബൈയും സെല്ലും അല്ലാതെ ഉള്ള സമയങ്ങളിൽ ഇത് 0 എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ ആവറേജ് വോളിയത്തിൽ ഒരു സ്പൈക്ക് ഇല്ല, അതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. പ്രൈസിൽ നെഗറ്റീവ് ചേഞ്ച് ഉണ്ട്. ഇനി ആവറേജ് വോളിയത്തിൽ സ്പൈക്ക് ഉണ്ട്, പ്രൈസിൽ ഒരു പോസിറ്റീവോ നെഗറ്റീവോ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ബൈയോ അല്ലെങ്കിൽ സെല്ലോ ആയിട്ട് ഇവിടെ കാണിക്കും. അത് ബൈ ആണെങ്കിൽ അതിന്റെ ക്യുമുലേറ്റീവ് കൗണ്ട് എത്ര എന്നുള്ളതാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മുടെ പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ഇത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ സെല്ലിന്റെ ക്യുമുലേറ്റീവ് കൗണ്ട് എത്ര എന്നുള്ളത് ഇവിടെ കാണിക്കും, ബൈയുടെ ആക്ഷൻ എത്ര എന്നുള്ളതല്ല. എങ്കിലും ഞാൻ ആ പ്രോബബിലിറ്റിയുടെ ഡീറ്റെയിൽസിലോട്ട് തന്നെ വരാം. ഇതിൽ നിങ്ങൾക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, വേറൊരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തതാണ്, പക്ഷെ അത് വലിയ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി പ്രോബബിലിറ്റി ഞാൻ ഐഡന്റിഫൈ ചെയ്തത് ഇവിടെ നമുക്ക് ഒരു പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടായി, അതുപോലെ തന്നെ വോളിയത്തിൽ ഒരു സർജും ഉണ്ടായി. ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷനിൽ നെക്സ്റ്റ് ക്യാൻഡിൽ, അതിന്റെ തൊട്ടടുത്ത ക്യാൻഡിൽ പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ പ്രോഫിറ്റ് ആണ് നമുക്ക് ഉണ്ടായെങ്കിൽ, അതായത് പ്രൈസിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി, വോളിയത്തിലും ഒരു ചേഞ്ച് ഉണ്ടായി, അടുത്ത ക്യാൻഡിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഇവിടെ അത് ഒരു പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ പ്രൈസിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി, വോളിയത്തിൽ ഒരു സർജ് ഉണ്ടായി, എന്നാൽ നെക്സ്റ്റ് ക്യാൻഡിൽ അത് ഇറങ്ങുകയാണ് ചെയ്തതെങ്കിൽ, മാർക്കറ്റിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പ്രൈസ് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും അതൊരു പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. അവിടെ നമ്മുടെ ആക്ഷൻ സെല്ലാണ്, മറ്റേ സ്ഥലത്ത് നമ്മുടെ ആക്ഷൻ ബൈ ആണ്. അപ്പൊ ഈ രണ്ട് ആക്ഷനുകളിലും ബൈ ആണെങ്കിലും സെല്ലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പോസിറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കും. അല്ല, ലോസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ഫിഗർ ആയിട്ട് കാണിക്കും. പ്രോഫിറ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു കൗണ്ട് 1 ആയിട്ട് കാണിക്കും. അതല്ല, ലോസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് 1 ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പോൾ അതായത് പ്രോഫിറ്റബിൾ ട്രേഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ എത്രത്തോളം ലോസ് ട്രേഡ്സ് ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 5 മിനിറ്റ് ചാർട്ടിൽ മെയ് 14 മുതൽ മെയ് 17 വരെ ഞാൻ അത് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു പ്രോബബിലിറ്റി കാൽക്കുലേഷൻ ഇവിടെ ഏറ്റവും താഴെ ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ പ്രോഫിറ്റബിൾ കൗണ്ട് ആയിട്ട് നമുക്കുള്ളത് 63 ട്രേഡ്സ് ആണ്. മൊത്തം 121 ട്രേഡ്സ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 121 ട്രേഡ്സിൽ 63 ടൈംസ് ട്രേഡ്സ് അല്ല, ശരിക്കും 121 ചാൻസസ് വന്നിട്ടുണ്ടായിരുന്നു. 121 ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അവിടെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടൊരു ചേഞ്ച് ഉണ്ട്, ആവറേജ് വോളിയത്തിനേക്കാളും വോളിയം സ്പൈക്കും ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ട് കോമ്പിനേഷൻ മീറ്റ് ചെയ്യുന്ന 121 ഇൻസ്റ്റൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ 63 ഇൻസ്റ്റൻസിൽ നമ്മുടെ തിയറി അനുസരിച്ച് പോയിരുന്നെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരുന്നു. അല്ല, നമ്മൾ തിയറി അനുസരിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലോസ് 58 ഇൻസ്റ്റൻസസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ തിയറിയായ പ്രൈസ് സർജ് ഉണ്ടാവുന്ന സമയത്ത് വോളിയം സർജും ഉണ്ടാവുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചെയ്യും എന്നുള്ള ഒരു ഐഡിയയിൽ പോയിരുന്നിരുന്നെങ്കിൽ ഒരു 52% ആണ് നമുക്ക് അവിടെ വിന്നിംഗ് പ്രോബബിലിറ്റി ഉള്ളത്. 52% മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു 50-50 ചാൻസ് ആണ്. അതിന് നമ്മൾ ഈ തിയറിയുടെ പിറകെ പോകേണ്ട കാര്യം ഇല്ല, അല്ലേ? പിന്നീട് ഞാൻ 5 മിനിറ്റിൽ മാത്രമല്ല ഇത് 15 മിനിറ്റിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു. സെയിം ഫോർമുലാസ് തന്നെയാണ് ഇവിടെ എല്ലാം അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ 15 മിനിറ്റിൽ ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്ന ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 30
30 മുതലാണ് ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 30 മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഡേറ്റ് മാറുന്നത് മെയ് 9, മെയ് 10, 13, 15, 16, 17, മെയ് 17 വരെ. മെയ് 17 വരെയുള്ള ഡേറ്റയാണ് ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള പ്രോബബിലിറ്റി 82 ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. അതായത് പ്രൈസും കയറുന്നു, അതുപോലെ തന്നെ വോളിയവും കയറുന്നു, അല്ലെങ്കിൽ പ്രൈസ് ഇറങ്ങുന്നു, വോളിയം കയറുന്നു. ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനുള്ള ഇൻസ്റ്റൻസസ് 82 ഉണ്ടായിരുന്നു. അതിൽ 32 പ്രാവശ്യം മാത്രമേ അത് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ അറൌണ്ട് ഒരു 40% ചാൻസസിൽ മാത്രമേ, ഒരു 39% ചാൻസസിൽ മാത്രമേ നമുക്കിതൊരു വിന്നിങ് ആയിരുന്നുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള നമ്പർ ആണല്ലേ. അറ്റ്ലീസ്റ്റ് 50% പോലും ഇല്ല. 50% ആണെങ്കിൽ പോലും അതൊരു പ്രോഫിറ്റബിൾ സിസ്റ്റം ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 60 തന്നെ വളരെ ലീസ്റ്റ് ആണ്. ഒരു 70% എങ്കിലും വേണം. 60 ആണെങ്കിൽ പോലും ഓക്കെ, നമുക്ക് ആ കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ചിന്തിക്കാനുള്ള ഒരു പോസിബിലിറ്റി പോലും ഇല്ല. പിന്നീട് ഞാൻ ആലോചിച്ചു, ഇനി ഞാൻ വെറും ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നോക്കുന്നത് കൊണ്ടാണോ ഇനി ഇഷ്യൂ, കുറച്ച് ലാർജർ ടൈം ഫ്രെയിമിൽ പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ഡെയിലി എന്നുള്ള ആ ഒരു ടൈം ഫ്രെയിം എടുത്തു. ഡെയിലിയിൽ ഞാൻ ചെക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ഡ്യൂറേഷനുള്ള ഡേറ്റയാണ്. അറൌണ്ട് ഒരു 3 വർഷത്തെ ഡേറ്റ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് മുതൽ നമ്മുടെ ടിൽ ഡേറ്റ് വരെ, 2021 ഓഗസ്റ്റ് മുതൽ 2024 മെയ് വരെയുള്ള ഡേറ്റ ഞാൻ എടുത്തിട്ടുണ്ട്. മെയ് 18 വരെയുള്ള ഡേറ്റ. അപ്പൊ ഈ മെയ് 18 വരെയുള്ള ഡേറ്റ എടുത്തപ്പോൾ ഇവിടെയും എനിക്കൊരു 50-50 പ്രോബബിലിറ്റിയാണ് കിട്ടിയത്. മാർക്കറ്റ് നമ്മുടെ തിയറി അനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് 52% ഉള്ളൂ. ലോസ് ആവാനുള്ള ചാൻസ് 48% ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബബിലിറ്റീസ് നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, പ്രൈസും വോളിയവും തമ്മിൽ ഇൻഡെക്സിൽ അങ്ങനെ ഒരു വലിയൊരു കോമ്പിനേഷൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു കോറിലേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോറിലേഷൻ ഇല്ല. എന്തും ഒരു 50-50% ചാൻസ് ആണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കോറിലേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോറിലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കോറിലേഷൻ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ഇൻഡെക്സുകളിൽ വോളിയവും പ്രൈസും തമ്മിലുള്ള ആ ഒരു മാച്ച് വെച്ച് ഫർദർ സ്റ്റഡി ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാൻ ഉദ്ദേശിച്ച ഇൻസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോ ആയിട്ടുള്ള ഒരു ട്രേഡർ നിങ്ങളോട് പറയുകയാണ്, വോളിയം കയറുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനാണ് ചാൻസ്. വോളിയം കയറി പ്രൈസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ആ ഡയറക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് എന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയൂ, ഇതേപോലുള്ള ഒരു ഡേറ്റ ഉണ്ട്, ഈ ഡേറ്റ ഇത്രയും കാലം നമ്മൾ അനാലിസിസ് ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് അങ്ങനെ ഒരു കോറിലേഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ വെച്ച് നമ്മൾ മാർക്കറ്റിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മിസ്കൺസെപ്ഷൻ നമ്മളെ വലിയ വലിയ മിസ്റ്റേക്കുകൾ കൊണ്ടുചെന്നെത്തിക്കും. അത് വലിയ വലിയ ലോസുകളോട് നമ്മളെ നയിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് കമന്റായിട്ട് രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു തോട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ എത്താം.